മക്കൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ വരട്ടിയതാണ്. ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. മക്കൾ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോടെ കൂടിയിട്ടുള്ള 1/2 കിലോ കോഴി ഇറച്ചിയാണ്. ഞാനത് നമ്മൾ കറിക്ക് മുറിക്കുമല്ലോ, അതിനേക്കാളും ഇച്ചിരി കൂടി വലുപ്പത്തിൽ മുറിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിനി നമുക്ക് മസാല പുരട്ടി വെക്കണം. അതിനു വേണ്ടി നമുക്ക് ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ഒന്ന് മിക്സാക്കി മസാലയൊക്കെ ഇതിൽ പുരട്ടി വെക്കാം. ഇപ്പൊ കണ്ടില്ലേ മക്കളെ, നമ്മുടെ മസാല എല്ലാ ഇറച്ചി കഷ്ണത്തിലും മസാല പുരണ്ട് കഴിഞ്ഞ്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് മൂടി മാറ്റി വെക്കാം. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചൂടായ ചീൻചട്ടിയിൽ കുഞ്ഞു 4-5 കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബിരിയാണി ഇല ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ ജാതിപത്രി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ സാധാ മുളകാണ് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 പിരിയമുളക് എടുത്താൽ മതി. പിരിയമുളകില്ലെങ്കിൽ ഇതിലൊരു 3 മുളക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ മസാല ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ വറുത്തെടുക്കാം. നല്ല മണം വരുന്നവരെ ചെറിയ തീയിൽ വറുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വറുത്താൽ മല്ലിയും മുളകൊക്കെ വെന്ത് മൊരിഞ്ഞ് വരും. എല്ലാവരുടെ വീട്ടിലും പച്ചമല്ലി ഉണ്ടായിക്കോണമെന്നില്ല. പച്ചമല്ലി ഇല്ലാത്തവർ നമ്മളിപ്പോൾ ഇട്ട മസാലകളൊക്കെ വറന്ന് വന്നതിന് ശേഷം തീ നിർത്തിയിട്ട് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ചൂടിൽ കിടന്ന് മല്ലിപ്പൊടിയും വറന്നോളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ മസാല വറന്ന് വന്നിട്ടുണ്ട്. അതെങ്ങനെ വറന്നെന്ന് ചോദിച്ചാൽ മല്ലി എടുത്തിട്ട് ഇതാ ഇങ്ങനെ പൊടിച്ചാൽ മതി. ഇപ്പം നമ്മൾ പൊടിഞ്ഞ് വരും, കണ്ടില്ലേ. അപ്പം നമ്മുടെ മസാല മൊത്തത്തിൽ നല്ല വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കെടുത്തിയിട്ട് ഒന്നുകൂടി ലേശം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചട്ടിയുടെ ചൂട് കൊണ്ട് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ മസാല ഒന്ന് ചൂടാറി വരട്ടെ, എന്നിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് വറുത്ത മസാല ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിനി നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിരിക്കണത്. ചട്ടി ഒന്ന് ചൂടായി വന്നാൽ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നാൽ മീഡിയം സൈസിൽ 2 ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ. മക്കളെ, നമ്മുടെ ഉള്ളി ഇതാ നന്നായിട്ടൊന്ന് വഴണ്ട് ചെറിയ ഒരു കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിനി 3/4 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ ലേശം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ പാടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. മക്കളെ, നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഒന്നുകൂടി ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ മസാല കൂട്ടി വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് നമ്മുടെ ചിക്കന് 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത്
നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കുമ്പോൾ 1 ടീസ്പൂൺ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് 2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം. ഈ മസാലകളൊക്കെ ഈ കഷ്ണങ്ങളിലൊക്കെ പെടുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റും കൂടി ഇളക്കി എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ എല്ലാ കഷ്ണത്തിലും പെടുന്ന രീതിയിൽ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ച് കൊടുക്കാം. അത് അങ്ങനെ വെച്ച് വേവിക്കരുത്, ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മക്കളെ, മൂടി വെച്ച് വേവിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം വെക്കാൻ. അപ്പോഴാണ് നമ്മളെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ആ വെള്ളത്തിൽ ഇറച്ചി വേകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇതിൽ ഞാനിപ്പോൾ ഒരു തുള്ളി വെള്ളമും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് വെള്ളം ഒഴിക്കാതെ വരട്ടിയെടുക്കണ ചിക്കനാണ്. മക്കളെ, ഇപ്പം നമ്മൾ ഇറച്ചി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കാം. കണ്ടില്ലേ, ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മുടെ ഇറച്ചി വേകാനും ഗ്രവി ആവാനുള്ള വെള്ളം ഉണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിൽ ഉപ്പ് പാകമാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പിട്ട് കൊടുക്കണില്ല. നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, പരത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മക്കളെ, നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ വരട്ടിയതല്ലേ, അപ്പം ഇങ്ങനെ ഉണ്ടാവുള്ളൂ ചിക്കൻ വരട്ടിയത്. ഇപ്പം നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. മക്കളെ, ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ വരട്ടിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നമ്മുടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.